ഇലക്ഷൻ അടുത്ത് വരുംതോറും ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പരസ്യ പ്രചാരണത്തിന്, അത് മാത്രമേ ഉള്ളൂ. അടുത്ത് വരുംതോറും തോന്നിവാസങ്ങൾ വിളിച്ചു പറയാനുള്ള വ്യഗ്രത ഒരുപാട് നേതാക്കളിൽ നിന്ന്, രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കാണുന്നു. മനഃപൂർവ്വം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും അതിലൂടെ ഒരു ഭൂരിപക്ഷ പ്രീണനം, ഭൂരിപക്ഷ വർഗങ്ങളുടെ, മുന്നോക്ക വർഗങ്ങളുടെ ഒരു പ്രീണനം ഉണ്ടാക്കിയെടുത്ത് അവരുടെ ആ വോട്ടിനെ അവരെ ഒന്ന് ഏകീകരിച്ചെടുക്കാനുമുള്ള ഒരു ശ്രമം ഇവിടെ BJPയും അതുപോലെ CPMും നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ രണ്ട് പ്രസ്താവനകൾ വളരെ ഘോരഘോരം വിളിച്ച് പറയുന്നത് കേട്ടു രണ്ട് നേതാക്കൾ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ്. രണ്ടാമത്തത് ശ്രീ വിജയരാഘവനാണ് CPMൻ്റെ. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ UDF വന്നാലും അതേപോലെ തന്നെ LDF വന്നാലും ഭരണം നിയന്ത്രിക്കുന്നത് മുസ്ലിങ്ങളാണെന്നുള്ളതാണ്. അതായത് പറഞ്ഞു വന്നതിൻ്റെ കാരണം, UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ചോദിച്ചു വാങ്ങിക്കും. മുസ്ലിം ലീഗ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കോൺഗ്രസുമായിട്ട്, രഹസ്യ ധാരണ. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും ഇത്. രാജീവ് ചന്ദ്രശേഖരൻ കൂടെ ഇരുന്നുകൊണ്ടായിരിക്കും ഈ ധാരണ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിലത്, അതും ലീഗിന് കൊടുക്കണം. അത് കൂടാതെ 6 മന്ത്രിസ്ഥാനം കൊടുക്കണം. ഇതാണ്. ഈ 6 മന്ത്രിസ്ഥാനം ലീഗ് സ്വപ്നം പോലും കണ്ടു കാണത്തില്ല കേട്ടോ. പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി യാതൊരു വിധത്തിനുമുള്ള ക്ലെയിമും അവർ ഉന്നയിക്കത്തില്ല എന്ന് നേരത്തെ അവർ പറയുന്നുണ്ട് താനും പരസ്യമായിട്ട്. അതെന്തോ ആവട്ടെ, പക്ഷേ ഇപ്പം കണ്ടുപിടിച്ചു, രാജീവ് ചന്ദ്രശേഖർ കണ്ടുപിടിച്ചു, ഇവർ തമ്മിലൊരു വലിയ ധാരണയുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവർ വെളിവാക്കണമെന്നാണ്. കൊള്ളാം, നല്ലതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് VD സതീശൻ്റെ അടുത്ത് ചോദിച്ചു, പത്രക്കാരൊക്കെ കൂടെ മാധ്യമങ്ങളിൽ ചോദിച്ചു. അപ്പോൾ സതീശനെ പറഞ്ഞ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ അന്തസ്സായിട്ടാണ് സംസാരിച്ച, പക്ഷേ വളരെ കുറച്ച് കാഠിന്യം ഉണ്ടായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ആ മറുപടി വളരെ ഇഷ്ടപ്പെട്ടു. ഇയാളാണോ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മുന്നണിയിൽ എന്തൊക്കെ നടക്കണമെന്ന്? ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷികളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം, അതിന് ഇയാളാണോ നോക്കുന്നത്? എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പർ ആയ ആളാണ്. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാന്ന് പോലും അയാൾക്ക് പോലും അറിഞ്ഞുകൂടെന്ന് VD സതീശൻ പറഞ്ഞാണ്. എന്നിട്ട് അവിടുന്ന് കെട്ടിയിറക്കി, ഇപ്പോൾ നൂലയിൽ കൂടെ കെട്ടിയിറക്കി ഇവിടെ കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട എന്ന് വളരെ വൃത്തിയായ രീതിയിൽ എടുത്തടിക്കുന്ന ഒരു മറുപടിയാണ് VD സതീശൻ കൊടുത്തത്. നല്ല മറുപടിയായിട്ട് തോന്നുന്നു. പിന്നെ അടുത്ത പ്രസ്താവന വന്നത് നേതാവ് ശ്രീ വിജയരാഘവനെ, അതായത് ഈ BJP സംസാരിക്കുന്ന അതേ ടോണിലാണ് ഇപ്പോൾ CPM ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവർ പറയുന്ന, അവർ SDPയെ കുറിച്ച് മിണ്ടുന്നില്ല കേട്ടോ, അതിനകത്ത് ഒന്നും പറയുന്നില്ല. പക്ഷേ വിജയരാഘവൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് ഇത് UDF ജയിച്ചാൽ മുസ്ലിം ലീഗ് കുത്തിന് പിടിച്ച് മന്ത്രിസ്ഥാനം വാങ്ങിക്കുമെന്നാണ്. ഈ കുത്തിന് പിടിക്കുമെന്ന് പറഞ്ഞ കക്ഷികളുടെ കുറേ നാൾ അവർ നടന്നതാണ്, അവർ വീണില്ല, അത് മുമ്പ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് കുത്തിന് പിടിച്ച് വാങ്ങിക്കും. നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. എന്തോ അറിയാവുന്ന, എവിടാ മുസ്ലിം ലീഗ് കുത്തിന് പിടിച്ച് വാങ്ങിച്ചേക്കുന്നത്? അപ്പോൾ ഈ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോട് എനിക്കൊരു താല്പര്യമില്ല, ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ല. പക്ഷേ അങ്ങനെ കുത്തിന് പിടിച്ച് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ല. കാരണം കോൺഗ്രസ് വളരെ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഉടനെ അവിടുന്ന് മുസ്ലിം ലീഗിന് സീറ്റ് കിട്ടും. അവർക്ക് ഇല്ല എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അവരുടെ വിജയത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരിക്കും. അവർ ജയിച്ചു വരുന്ന എത്ര MLA-മാരുണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള മന്ത്രിസ്ഥാനം അവർക്ക് കിട്ടും. അതല്ലാതെ അവർ കുത്തിന് പിടിച്ച് വാങ്ങിക്കാനും കുത്തിന് പിടിക്കാതെ വാങ്ങിക്കാനും ഒന്നും അവർ പോകേണ്ട കാര്യവും ഇല്ല. അങ്ങനെ ഏതായാലും അതാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ മുസ്ലിം ലീഗ് തീരുമാനിക്കും എന്തൊക്കെ നടക്കണമെന്ന്. ചരടുവലി മൊത്തം മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കും. എന്ത് സങ്കടമെന്നറിയാം വിജയരാഘവന്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്.
രാജീവ് ചന്ദ്രശേഖർ SDP കാര്യം പറഞ്ഞതിനെക്കുറിച്ച് ഇവരാരും ഒന്നും മറുപടി പറയുന്നില്ല. അപ്പം ഇത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഭൂരിപക്ഷ വർഗീയത അത് അതിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. കാരണം ഏത് വിധത്തിനെങ്കിലും ഭൂരിപക്ഷ സമുദായങ്ങളെ, അതായത് ഇവിടെയുള്ള ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷ സമുദായങ്ങളെ സ്വാധീനിച്ചിട്ട് അത് മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രയോഗമായിട്ട് മാറ്റി അതിൻ്റെ ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടാവുന്നത് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗക്കാരുടെയും ആവശ്യം. അത് രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് BJPയും CPM. കാരണം BJPയുടെ അതേ ടോണിലാണ് CPM സംസാരിക്കുന്നത്. ഇനി ഇവർ തമ്മിൽ അന്തർധാര ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇനി അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് ഇന്ന് പറഞ്ഞ പ്രസ്താവന ഞാനും കേട്ടതുമാണ്, മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു ഈ പ്രസ്താവന. അപ്പോൾ നമ്മുടെ സഖാവ് MV ഗോവിന്ദൻ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു, ഒന്നും മിണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വായടഞ്ഞു പോയി കുറച്ച്. കാരണം വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വലിയ നേതാവ് തന്നെ തളിപ്പറമ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, PK ശ്യാമളയ്ക്കെതിരായിട്ട് മത്സരിക്കുന്നു. അതിന് UDF സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരു മണ്ടത്തരമായോ UDFിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ പറയുക, അവിടെ നേരത്തെ ഉള്ള സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ ഈ LDF UDF സപ്പോർട്ട് കൊടുത്തതോടുകൂടി ശ്രീ ഗോവിന്ദൻ TP ഗോവിന്ദന് സപ്പോർട്ട് കൊടുത്തതോടുകൂടി ആ മാർക്സിസ്റ്റ് CPMക്കാർ ഇതിനകത്ത് വിഘടിച്ച് നിന്നവരവരെ ഒരു കാരണവശാലും ഈ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷം അല്ലാതെ മാറിയതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് അവിടെ നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായി. നേരെ മറിച്ച് വേറെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ച് ഇരുന്നതെന്നുണ്ടെങ്കിൽ, നേരത്തെയൊക്കെ മത്സരിച്ചുകൊണ്ടിരുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ ഈ വോട്ടുകൾ ഇത് ശ്രീ ഗോവിന്ദന് നല്ലൊരു ഭാഗം വോട്ട് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഇത് ഈ CPMൻ്റെ വോട്ട് മാറിപ്പോയേനെ, ആ സ്ഥാനാർത്ഥിക്ക് തന്നെ പോയേനെ. വിമതനായിട്ട് അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ഇത് ആ വിമതന് കയറി സപ്പോർട്ട് കൊടുത്തതോടുകൂടി ആ ഒരു സ്വാധീനം കുറഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെനിക്കറിഞ്ഞൂടാ, രാഷ്ട്രീയമാണ്, അതിൻ്റെ കണക്കുകൂട്ടലുകൾ വേറെ ആയിരിക്കും, ഇനി എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവിടെ കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്, അതും ശരിയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ വർത്തമാനമെല്ലാം വരുന്നത്. ഇനി ഇതൊന്നുമല്ല, അന്നേരം ശ്രീ MV ഗോവിന്ദൻ ഇപ്പോൾ പുതിയ പ്രസ്ഥാനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. SDP പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല, SDP പിന്തുണ തരുന്നതിനും തെറ്റ് പറയാൻ ഒക്കത്തില്ല. ഏതാണ്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെയാണ് ലൈൻ. എന്നിട്ട് പറഞ്ഞു SDP വർഗീയ കക്ഷിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വെളിവാക്കണ്ടെന്ന്. അപ്പോൾ ഇവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചതിന് ശേഷം, ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ഒന്നും വോട്ട് ഉണ്ടെന്നല്ല ഞങ്ങൾ ജയിച്ചതെന്ന് അവരുടെ അടുത്ത് പറയാം. അതിപ്പോൾ പറയാൻ പോയാൽ അത് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴാണ് തീരുമാനം. അങ്ങനെയാണ് തീരുമാനം ഇപ്പോൾ അതാ. അപ്പോൾ അത് വർഗീയ കക്ഷിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, മറുപടി പറയേണ്ട എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് അറിഞ്ഞും കൂടാ അവർ വർഗീയ കക്ഷിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. ചിലപ്പോൾ അവർക്ക് വർഗീയതയൊന്നും കാണത്തില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPMന് സപ്പോർട്ട്, ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് വർഗീയതയൊന്നും കാണത്തില്ല. അങ്ങനെ ആയിരിക്കും. ഏതായാലും ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ വിജയരാഘവൻ സംസാരിച്ചത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഷയിൽ തന്നെയാണ്. BJPയുടെ അതേ ടോണിലാണ് ഈ സംസാരം വന്നേക്കുന്നത്, നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്തുക, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെ അകറ്റി നിർത്തുക, അതാണ് കാര്യം. അകറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പണിയെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ അകറ്റി നിർത്തിയിട്ട് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ഒരു ഏകീകരണം അതിനുണ്ടാക്കിയെടുക്കുക, അത് ആ ഒരു ഏകോപനം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കുക. ഇതാണ് ഈ രണ്ട് പാർട്ടികളും ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാനുള്ളത്. കാരണം മുസ്ലിം ലീഗിനെയും അതുപോലെ മുസ്ലിങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വർത്തമാനം ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. വേറെ അവിടുന്ന് ചൗഹാൻ വന്ന് പ്രസംഗിച്ചു. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുന്നു.
എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി പടക്കം പൊട്ടി ആഘോഷിക്കുന്നു ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ. കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് പാകിസ്ഥാനികളാണെന്നുള്ള ഒരു ധ്വനിയിലാണ് ഈ പറയുന്നത്. ഇവരൊക്കെ വല്ല ബോധമുള്ളവന്മാരാണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ വന്ന് ഒന്നാമത് അത് ആ പ്രസ്താവന ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ വളരെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നടത്തിയേക്കുന്നതാണ്. ആ പ്രസ്താവന വളരെ ദോഷമാണ്. യഥാർത്ഥത്തിൽ അത് കോഡ് ഓഫ് കോണ്ടക്റ്റിനൊക്കെ എതിരാണ്. എലക്ഷൻ ഈ കാലത്തുള്ള കോണ്ടക്റ്റിന് എതിരാണ് ഈ പ്രസ്താവന. വളരെ മോശമായൊരു പ്രസ്താവനയാണ് ചൗഹാൻ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിനൊക്കെ ഇനി കോൺഗ്രസ് നടപടിയെടുക്കുമല്ലോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനൊരു പ്രസ്താവന അവിടെ കോൺഗ്രസ് ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും എന്നുള്ളതാണ്. തോന്നിവാസം വിളിച്ച് പറയുകയാണ്. അതാ കാര്യം. അത് പറയേണ്ട. അതുപോലെ അമിത്ഷാ പറഞ്ഞത് നമ്മൾ നോക്കി എടുക്കേണ്ട കാര്യമാണ്. അമിത്ഷാ പറഞ്ഞത് എന്തെന്നറിയോ, മമതാ ബാനർജി ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന്, അവരെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനാണെന്ന്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? മുസ്ലിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് എന്നുള്ളതാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവനാണ്. ഒന്നാലും ഇവനെയൊക്കെ ഇത്രയും വിവരമില്ലാത്തവന്മാരെ ആണല്ലോ നമ്മളെ ഭരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണ് നമ്മൾ മനസ്സ് കാണാനുള്ളത്. ഇതിപ്പോൾ ഇലക്ഷൻ അടുക്കും തോറും ഈ വൃത്തികേടുകൾ ഇങ്ങനെ മറനീക്കി പുറത്തേക്ക് വരികയാണ്. അത് ഇനി കൂടുതൽ ഇപ്പോൾ കാണാം. നമുക്ക് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് പ്രസ്താവനകളായിട്ട് കാണാം. ഏതായാലും പരസ്യ പ്രചാരണം പാടില്ലാത്തതുകൊണ്ട് നാളെ കഴിഞ്ഞാൽ ഇത് അങ്ങ് നിൽക്കുമായിരിക്കും. കൊട്ടിക്കലാശം അല്ലേ, അത് കഴിഞ്ഞാൽ അങ്ങ് നിൽക്കുമായിരിക്കും. ഇനി ഇതിൻ്റെ ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന യവന്മാരെല്ലാം നടത്തുന്നത് ഈ രണ്ട് കൂട്ടരും, അത് LDF ആയാലും UDF ആയാലും ആരായാലും NDA ആയാലും, ഈ നടത്തുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. ഈ റോഡിൽ നിന്ന് മദ്യപിച്ച് അവിടെ നിന്ന് തുള്ളി ബോധമില്ലാതെ നിന്ന് കുറേ അവന്മാർ നിന്ന് തുള്ളും. അത് അവിടെ തുള്ളി കളിക്കുകയാണ്. ആ തുള്ളി കളിക്കുന്നതിനെ വാഹനങ്ങൾ മുഴുവൻ തടയും. ഒരു റോഡിൽ കൂടെ സഞ്ചരിക്കാനൊക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. യഥാർത്ഥത്തിൽ ഇതൊന്നും പ്രോത്സാഹിപ്പിച്ചുകൂടാത്തതാണ്. റോഡിലെങ്ങും പബ്ലിക് പ്ലേസിൽ, യഥാർത്ഥത്തിൽ പബ്ലിക് പ്ലേസിലായിക്കോട്ടെ, റോഡിൽ യാത്ര ചെയ്യേണ്ട റോഡിൽ ജംഗ്ഷനുകളിൽ ഇതൊന്നും പെർമിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. വളരെ വലിയ ദ്രോഹമാണ് ആളുകളോട് കാണിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എനിക്ക് തൃശ്ശൂരൊന്ന് പോകേണ്ടതായിട്ട് വന്നു. അവിടെ ഈ ശ്രീ വിനയന് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചാണ്. അതിന് ഞാൻ പോയതുണ്ടല്ലോ, ഇവിടുന്ന് ഞാൻ ചെന്നത് 4 മണിക്കൂർ കൊണ്ടാണ് തൃശ്ശൂർ ചെന്നത്. വളരെ ബുദ്ധിമുട്ടി. കാരണം ഈ കൊട്ടിക്കലാശം ആയിരുന്നു അന്നായിരുന്നു അവരത് വെച്ചിരുന്നത്. ഞാനിത് റോഡിൽ ഇറങ്ങാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നാണ് ഞാനിത് കാണുന്നത്. എന്തായാലും ശരി, ഒരു ബോധമില്ലാതെ നിന്ന് തുള്ളുന്നവന്മാരുടെ ഇടയിൽ കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് 4 മണിക്കൂർ കൊണ്ട് പോലും ഞാൻ അവിടെ എത്തിയത്. വിനയൻ അവിടെ വരാൻ പറ്റിയില്ല. വിനയൻ വഴിയിലായിപ്പോയി, കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ഞാനെനിക്ക് പോരുന്നു. പിന്നെ അവാർഡ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കൊടുത്തതായിട്ട് വിചാരിച്ചോണം എന്ന് ശ്രീ വിനയനെ വിളിച്ച് പറയുകയും ചെയ്തു. ഏതായാലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ജനങ്ങളെല്ലാം ഉപദ്രവിക്കുന്നതിന് തുല്യമാകും.